കോഴിക്കോട് കിനാലൂരിലെ വ്യവസായ വളർച്ചാ കേന്ദ്രത്തിലേക്കുള്ള 4-വരി പാതയുടെ സർവേ നടപടികൾ തടഞ്ഞ നാട്ടുകാരെ പോലീസ് തല്ലിച്ചതച്ചു. സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെ നിരവധി പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു. നാട്ടുകാർ നടത്തിയ കല്ലേറിൽ താമരശ്ശേരി ഡിവൈഎസ്പി ഉൾപ്പെടെ 6 പോലീസുകാർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകവും ഗ്രനേഡും പ്രയോഗിച്ചു. സംഘർഷത്തിനിടെ വീടുകൾ കയറി നിരപരാധികളെയും വൃദ്ധരെയും പോലീസ് തല്ലിച്ചതച്ചു. കിനാലൂർ സംഭവത്തിൽ പ്രതിഷേധിച്ച് ബാലുശ്ശേരി മണ്ഡലത്തിൽ നാളെ UDF-ഉം BJP-യും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കിനാലൂരിലെ KSIDCയുടെ വ്യവസായ വളർച്ചാ കേന്ദ്രത്തിലേക്ക് 4-വരി പാത നിർമ്മിക്കാനുള്ള സർവേ നടപടികൾ തടസ്സപ്പെടുത്തിയ നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. സ്ത്രീകൾ ഉൾപ്പെടെ 200ഓളം പേരാണ് സർവേ നടപടികൾ തടസ്സപ്പെടുത്തുകയും തുടർന്ന് റോഡ് ഉപരോധിക്കുകയും ചെയ്തത്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കവേ പോലീസ് നേരെ ചാണകവും ചൂലും ഉപയോഗിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. തുടർന്ന് പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ പോലീസ് നേരെ കല്ലേറുണ്ടാവുകയും തുടർന്ന് പോലീസ് ലാത്തി വീശുകയും ചെയ്തു. ലാത്തിചാർജിൽ സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രകോപിതരായ നാട്ടുകാർ നടത്തിയ രൂക്ഷമായ കല്ലേറിൽ താമരശ്ശേരി ഡിവൈഎസ്പി കുബേരൻ നമ്പൂതിരി ഉൾപ്പെടെ 6 പോലീസുകാർക്കും പരിക്കേറ്റു. കല്ലേറ് രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് കണ്ണീർ വാതകവും ഗ്രനേഡും പ്രയോഗിച്ചു. തുടർന്ന് ചിതറിയോടിയ സമരക്കാർ തൊട്ടടുത്ത വീടുകളിൽ നിന്നും പോലീസ് നേരെ വീണ്ടും കല്ലെറിഞ്ഞു. വീടുകളിൽ ഓടിക്കേറിയ പോലീസുകാർ നിരപരാധികളെ ഉൾപ്പെടെ മർദ്ദിക്കുകയും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. നാട്ടുകാർ നടത്തിയ കല്ലെറിൽ പോലീസ് വാഹനങ്ങളും തകർന്നു. 1.5 മണിക്കൂറോളം കഴിഞ്ഞാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF-ഉം BJP-യും ബാലുശ്ശേരി മണ്ഡലത്തിൽ നാളെ ഹർത്താലിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്.